നിശബ്ദമായ പ്രക്ഷോഭണം തുടങ്ങണം. ആരെയും ഉപദ്രവിക്കുന്നില്ല, ഒന്നുമില്ല. എല്ലാ വീടിന്റെ മുമ്പിലും എഴുതി വച്ചിരിക്കുന്നു ഡീകമ്മീഷൻ മുല്ലപ്പെരിയാർ ഡാം. വിദേശത്തു നിന്ന് ആൾക്കാർ വരും, കേരളത്തിൽ സന്ദർശിക്കുന്ന ടൂറിസ്റ്റുകൾ മുഴുവൻ കാണും. അവര് മനസ്സിലാക്കും ഈ വിഡ്ഢികളുടെ തലയ്ക്ക് മുകളിൽ 130 വർഷം പഴക്കമുള്ള ഒരു സുർക്കി മിശ്രം കൊണ്ട് ഉണ്ടാക്കി വെച്ച ഒരു ഡാം നിലനിൽക്കുന്നു എന്ന് അവർക്ക് മനസ്സിലാവും. അവർക്ക് വേറെയും കാര്യങ്ങൾ മനസ്സിലാവും. ഞങ്ങൾ ഉണ്ടാക്കി, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാക്കി വെച്ച സുർക്കി ഡാംസിൽ പകുതിയോളം ഇപ്പൊ ഇല്ല. പകുതിയോളം ഗ്രാവിറ്റി ഡാംസ് ഇപ്പൊ ഇല്ല, എല്ലാം തകർന്നുപോയി. ബ്രിട്ടീഷുകാരും യൂറോപ്യന്മാരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി, കനേഡിയൻസും അമേരിക്കൻസും ഒക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയ പകുതിയോളം സുർക്കി ഗ്രാവിറ്റി ഡാംസ് ഇപ്പൊ ഇല്ല, തകർന്നുപോയി. അപ്പൊ അവർക്ക് മനസ്സിലാവും ഈ 130 വർഷമായിട്ട് നമ്മുടെ വീടിന്റെ മുമ്പിൽ, സ്ഥാപനത്തിന്റെ മുമ്പിൽ എല്ലാം ഡീകമ്മീഷൻ മുല്ലപ്പെരിയാർന്ന് കണ്ടോ. അവർക്ക് മനസ്സിലാവും ഇവര് ഭയങ്കര ദയനീയമായ ജനങ്ങളാണ്, ഒരു രക്ഷയില്ലാത്ത ജനങ്ങളാണെന്ന് മനസ്സിലാവും. എന്തോരം എൻവയറമെന്റിസ്റ്റുകൾ ഓൾ ഓവർ ദ വേൾഡ് ഉണ്ട്. അവരവരുടെ നാട്ടിൽ പോയി പറയുന്നത് ഈ കേരളം എന്ന് പറയുന്ന സ്ഥലത്ത് ജനങ്ങൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നു, ഡീകമ്മീഷൻ മുല്ലപ്പെരിയാർ ഡാം, സർക്കാരുകൾ നിശബ്ദരാണ് എന്ന് പറയും. നാണാവില്ല ഇവർക്ക് യൂറോപ്പിലേക്ക് ചെല്ലാൻ? നാണാവില്ല ഇവർക്ക് അമേരിക്കയിലേക്ക് പോകാൻ ഈ ഡാം തലയിൽ വെച്ചോണ്ട്? എപ്പോഴും ഒരു മന്ത്രിയായ ആദ്യം പോണത് അമേരിക്കയിലേക്കാണല്ലോ. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ എൻവയറമെന്റിസ്റ്റ് ചോദിക്കും, നിങ്ങളുടെ നാട്ടില് 130 വർഷം പഴക്കമുള്ള ഡാം തകർത്ത് കളഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വാ, അല്ലാതെ എന്ത് ഈ ലോകത്തിന് നിങ്ങൾ ചെയ്യണമെന്ന് ചോദിക്കും. ഈ ചോദ്യം കേരളത്തോട് മാത്രമല്ല, തമിഴ്നാടിനോട് ഈ ചോദ്യമാണ്. എന്തിനാണ് നിങ്ങൾ ഈ ഡാം, ഈ 130 വർഷം പഴക്കമുള്ള ഡാം ഇങ്ങനെ തലയ്ക്ക് മുകളിൽ 4.5 കോടി ജനങ്ങളുടെ മേലെ വെച്ചിരിക്കുന്ന അവരോടുള്ള ചോദ്യമാണ്. അവർക്ക് പറയാൻ പറ്റും ഞങ്ങൾക്ക് വെള്ളം കുടിക്കാനാണെന്ന്? എവിടെയെങ്കിലും ചെന്ന് നിവർന്ന് നിന്ന് പറയാൻ പറ്റുമോ ഞങ്ങളുടെ വെള്ളത്തിന് വേണ്ടിയാണെന്ന്? ബോധമുള്ളവർ വല്ലവരും സമ്മതിക്കോ ഒരു സേഫ്റ്റിയും വെള്ളവും കൂടി ഇക്വേറ്റ് ചെയ്യാനായിട്ട്? കൃഷിയും ഒരാളുടെ സേഫ്റ്റിയും കൂടി ഇക്വേറ്റ് ചെയ്യാനായിട്ട് ബോധമുള്ള ആരെങ്കിലും സമ്മതിക്കോ? ഈ മുല്ലപ്പെരിയാർ ഡാമിൽ പിന്നെ